ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 9-ാം ദിവസമായ ഇന്ന് അല്പസമയം ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം സ്നേഹം എന്നതാണ്. യേശു നമ്മെ പഠിപ്പിച്ച കൽപ്പനയിൽ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണമെന്നതാണ്. അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നതാണ്. ഈ സ്നേഹത്തെ നമുക്ക് 3 ചിന്തയിലൂടെ ചിന്തിക്കാം. ഒന്നാമതായി, സ്നേഹം ജ്വലിക്കുന്ന പ്രകാശം. നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത ഉൾക്കൊള്ളുന്നവരാകണം. സ്നേഹത്തിൻ്റെ വെളിച്ചം ഒരിക്കലും അണഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ വെറുക്കുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നിങ്ങളുടെ ശത്രുക്കളാകും. എന്നാൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കും, അവൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്നേഹിതന്മാരാകും. ഇങ്ങനെ സ്നേഹം വിതയ്ക്കുമ്പോൾ ഒരുപാട് സ്നേഹം കൊയ്യാനായിട്ട് കഴിയും. അതിലൂടെ സ്നേഹത്തിൻ്റെ പ്രകാശമുള്ളവരായി നമുക്ക് മാറാനായിട്ട് കഴിയും. നമ്മുടെ ഈ പ്രപഞ്ചം രൂപപ്പെട്ടതുപോലും അന്ധകാരത്തിൽ ദൈവസ്നേഹം പിറവി കൊണ്ടപ്പോഴാണ്. അന്ധകാരത്തിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നവരായി നമ്മളേവരും മാറേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, സ്നേഹത്തിൻ്റെ ചലനം. മനുഷ്യബന്ധത്തിന് ഒരു ചലനമുണ്ട്. അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കുള്ള സ്നേഹചലനമാണ്. അത് ഒരു നദി പോലെ ഒഴുകുന്നു. അത് സൗഖ്യദായകമാണ്. അതൊരു പുത്തനുണർവായി മാറുന്നു. എല്ലാ വ്യക്തികൾക്കും സ്നേഹം ആസ്വദിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ഹൃദയത്തിലേക്കുള്ള സ്നേഹം ചിലർ ഉപേക്ഷിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് എഫെസ്യ സഭ. എഫെസ്യ സഭയുടെ കുറവായി പറയുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതാണ്. ആ ചലനം നഷ്ടപ്പെട്ടപ്പോൾ കുറവുകൾ പറയുവാനും അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടുവാനും തുടങ്ങി. അങ്ങനെ എഫെസ്യ സഭയുടെ സ്നേഹം നിശ്ചലമാകാനും തുടങ്ങി. സ്നേഹചലനം മുറുകെ പിടിക്കുന്നവരായി നമുക്ക് ഏവർക്കും മാറാം. അവസാനമായി, സ്നേഹത്തിൻ്റെ വില എന്നതാണ്. സ്നേഹത്തിൻ്റെ വില വളരെ വലുതാണ്. സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. സ്നേഹിക്കുന്നവരിൽ ദൈവം വസിക്കുകയും ചെയ്യുന്നു. ജീവിതം അർത്ഥപൂർണമാകുന്നത് സ്നേഹബന്ധത്തിലാണ്. നാം നല്ല സ്നേഹബന്ധം വളർത്തുന്നവരാകണം. കാര്യസാധ്യത്തിനു വേണ്ടി സ്നേഹിച്ചാൽ കാര്യം കഴിയുമ്പോൾ സ്നേഹം അവസാനിക്കും. പ്രതിഫലം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സമ്മർദ്ദങ്ങളില്ലാതെ സ്നേഹിക്കാനാവൂ. കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ നിബന്ധനകളുണ്ടെങ്കിൽ കച്ചവടം എന്നാണ് അതിനെ പറയുന്നത്, സ്നേഹം എന്നല്ല. സ്നേഹം ഒരു കച്ചവട വസ്തുവല്ല, അതൊരു ജ്വലിക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശം സൂക്ഷിക്കുന്ന കാവൽക്കാരായി നമുക്ക് ഏവർക്കും മാറാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.